സുക്കൂറെ ആ ഇവിടെ ഇരിക്ക്. ഞാൻ ഇവിടെ നിന്നോളാ. ഇവിടെ ഇരിക്ക് പറഞ്ഞേക്ക്. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെന്താ? ആ ഈ മാസത്തിൽ ആരൊക്കെ പൈസ വരാൻ ബാക്കിയുള്ളത്? ആ മാനും ഉണ്ണി. ആ രണ്ടാളെ മാനു ഉണ്ണിയ ആ അവര് എന്നും പ്രശ്നക്കാരാണല്ലേ? പ്രശ്നക്കാരാ. അവന്റെ നമ്പർ ഒന്ന് കുത്തി കാട്ടിക്ക. അവനെ ഞാനേ എന്റെ മുമ്പിൽ നിന്ന് കണ്ട അവനെ ചവിട്ടിയിട്ട് ഞാൻ എല്ലാം വെള്ളാക്കും അവന്റെ. ആ ആണ്ടിനെ ഞാൻ നുറുക്കും ഞാന്. വേഗം കുത്തിക്കാട്ട് നമ്പർ. ആ ഹലോ, ഇജിപ്പോ എവിടെ ഉള്ളത്? എന്താണ് ഈ മാസം പൈസ കൊണ്ട് എത്തിക്കാഞ്ഞത്? വൈകുന്നേരം അതൊന്നും നടക്കൂല. ഞാൻ ഇവിടെ നിന്ന് അന്നെ ചവിട്ടി ഞാൻ വെള്ളാക്കും. മര്യാദക്ക് കാശ് വേഗം എത്തിച്ചോ. ഇത് 2-3 മാസമായി നമ്മളെ കഷ്ടപ്പെടുത്താൻ തുടങ്ങിയിട്ട്. കാശ് കൊണ്ടുപോകുമ്പോ ഒരു വർത്താനം, പിന്നെ വേറെ വർത്താനം അല്ലേ? നടക്കൂല. ആ അവനെ വൈകുന്നേരം കാണാതെ പറഞ്ഞത് നടക്കൂല കേട്ടോ. അടുത്ത ആൾ നമ്പറിൽ കുത്ത്, വേഗം കുത്ത്. ഹലോ, ഇജ്ജ് എവിടെ ഉള്ളത്? എന്താണ് കഴിഞ്ഞ മാസം പൈസ ഇവിടെ എത്തിക്കാത്തത്? നിങ്ങളൊക്കെ മേടിച്ചോണ്ടാകുമ്പോ ഒരു വർത്താനം, പിന്നെ വേറെ വർത്താനം. അത് നടക്കൂല കേട്ടോ. ഇന്ന് വൈകുന്നേരത്തിനുള്ള കാശ് ഇവിടെ എത്തണം, അല്ലെങ്കിൽ ഞാനാണ്ട് വരാം. ചവിട്ടി എല്ലാം വെള്ളാക്കും ഞാൻ. മനസ്സിലായോ? പിന്നെ ശരിക്കും അറിയില്ല. ആ മുതലാളിയെ ആ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ നേരിട്ട് അവരെ വീട്ടിലേക്ക് പോവുക. ആ അതേ നല്ലേ. ബാക്കിയുള്ള കണക്കൊക്കെ റെഡിയാക്കിയോ? റെഡിയാക്കി. ഈ ഏതാ ഒരു പരിപാടി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് കാണാണ്ടി വന്നതാ. എന്താണാവാ ചോദിക്ക്. പൈസ ഉണ്ടാവും അറിയാൻ വേണ്ടി. മുതലാളി ഇതായിരിക്കും ചോദിച്ചത്. എന്തേ? ഒരു 5000 റുപ്യ ഉണ്ടെങ്കിൽ മേടിക്കാച്ച് വന്നിണ്ടാവോ? 5000 ഉറുപ്പ്യക്ക് തരാം. ഇവിടെ തന്നെ ആകെ പൈസ കൊണ്ടുപോയിട്ട് ആൾക്കാർ തിരിച്ചു വരാത്ത ആൾക്കാരെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല വട്ടായിട്ട് അവരോട് വിളിച്ച് ഫോൺ ചെയ്ത് ചോദിക്കുമ്പോ നാളെ മറ്റന്നാ വൈകുന്നേരം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്വയ്പാക്കാണ്. അങ്ങനെ സ്വയ്പാക്കൂല എന്നുണ്ടെങ്കിൽ പൈസ തരാം. ഒരു 5000 റുപ്യ വേണ്ടുള്ളൂ. നിങ്ങളെ കുറിച്ച് അറിഞ്ഞപ്പോ ഞാൻ ആദ്യമായിട്ടാ വരുന്നത്. ഇതിന് മുന്നേ വന്നിട്ടൊന്നുമില്ല. ഉണ്ടാവോ? ഇയാളെ ഏതാ? ഇജ അറിയോ? കണ്ടിട്ടില്ലേ? എവിടെ താമസം? ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്. നിങ്ങളെ ഞാൻ അറിയോ? നിങ്ങളെ നന്നായിട്ട് എനിക്കറിയാം. എവിടെ കാശ് മേടിച്ച് കൊണ്ടുപോയിട്ടേ ഇതെല്ലാരും ഇതേ പറച്ചിലേ പറയുള്ളൂ. അവസാനം ഞങ്ങൾ തെരഞ്ഞു പോകേണ്ട ഗതികളാ. കറക്റ്റ് ആയിട്ടുണ്ട് എത്തിക്കുന്നില്ല. ഒരു 5000 റുപ്യ മതി. എനിക്കൊരു 2 മാസത്തെ ഗ്യാപ്പാ കൊണ്ടു. പൈസേനോട് കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ അത്യാവശ്യമായിട്ട് വേണം. എന്തൊക്കെ വേണ്ടേരാ? ആധാർ കാർഡിന്റെ കോപ്പി, 2 കോപ്പി ഫോട്ടോ, പിന്നെ ഡോക്യുമെന്റ് ഒക്കെ ഒപ്പിടണം കേട്ടോ. ആ ഇതിപ്പോ വല്ലാത്ത പുരിവാലായാലോ. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ഇത്ര വലിയ രേഖകൾ വേണ്ട. ഇവിടെ ഈ വക നിയമങ്ങളൊക്കെ ഉണ്ട് മാനെ. ഇതില്ലെങ്കിൽ ഉണ്ടല്ലോ പണ്ടത്തെ മാതിരിയൊന്നല്ല. പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടൂല. അതുകൊണ്ടാണ് അനക്ക് പറ്റുച്ച കൊണ്ടുപോയിക്കോ, ഇല്ലെങ്കിൽ വണ്ടി വിട്ടോ. ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എനിക്ക് വേണ്ട. ബാങ്കിൽ പോലെ വിട്ടോ വിട്ടോ. കാശിന് വന്നിക്കണം. എങ്ങടാ സാറേ? നമ്മളെ മാണിക്കല്ലേ, മാണിക്കാരുടെ അടുത്ത് ഒന്ന് പോയോക്കനെ. എന്തിനാ പോണ്? പൈസക്കാ? പൊന്നാര ചങ്ങായി, ഞാൻ ഒരു 5000 പോയിട്ട് എന്നോട് ആധാർ കാർഡ് എന്തൊക്കെ രേഖകളാ പറഞ്ഞു. ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കാൻ പോലും ഇത്ര രേഖകൾ എന്നോട് ആവശ്യപ്പെട്ടില്ല. എന്ത് വണ്ടി വരെ ഇതൊക്കെ? എനിക്ക് വേണ്ടാണ്ട് ഞാൻ പോണു. പോയോ മാണിക്ക. ആ വരുന്നൊരു മാറണം. ഇതും അവന്റെ കേസ് കേട്ടോ. ഞാന് നിങ്ങളുടെ അടുത്ത് ജോലിക്ക് വന്ന അന്ന് മുതൽ തുടങ്ങിയത് അതേ മുതലുള്ള മാരണങ്ങളൊക്കെ. ആ മാണിക്ക, പിന്നെ കുറച്ച് പൈസ കുറച്ച് തിരിക്കാൻ പറ്റിയോണ്ട്. എത്ര കാശ് വേണ്ടി വരും? 10000 റുപ്യ. എന്റെ പേര് എവിടുന്നാ വരുന്നത്? അഡ്രസ് ഏതാ? എന്റെ എവിടെ താമസം? പേര് ഉസ്മാന്. ഞാൻ നമ്മുടെ കുളത്തിന്റെ മേലത്തെ വീടാണ് ഞാൻ. അതെ. അപ്പൊ ഉസ്മാനെ,
ഇവിടെ കുറച്ച് കാര്യങ്ങളും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ കൂടെ നീങ്ങുകയാണെങ്കിൽ കാശ് കിട്ടും. ആദ്യമായിട്ട് ആധാർ കാർഡിന്റെ കോപ്പി, 2 കോപ്പി ഫോട്ടോ, പിന്നെ ഇവിടെ ഡോക്യുമെന്റ്സ് ഉണ്ട്, വലിയൊരു ബുക്ക്. അതിൽ 40 ഒപ്പുണ്ട്. 40 ഓടത്തിൽ ഒപ്പിടണം. ശുക്കൂറെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാല് 3 ദിവസം കഴിഞ്ഞാലേ കാശ് തരുള്ളൂ. പറ്റുമോ മാനെ? ഇവിടുത്തെ നിയമം കാര്യങ്ങൾ മനസ്സിലായതോ? വേണമെങ്കിൽ നിന്നോ, അല്ലെങ്കിൽ വണ്ടി വിട്ടോ. വഴിന്ന് പറഞ്ഞ ആള് പറഞ്ഞ മാതിരി അങ്ങനെ പോയാൽ മതിയായിരുന്നു. എന്തായാലും ഞങ്ങൾ 2-3 ലോൺ എടുത്തിട്ട് ഇപ്പോൾ ഉള്ള ഈ നിയമങ്ങളൊക്കെയാണ്. കുരുമുളക് കൊടുത്തോ? കുരുമുളകാ? ഇവിടെ കായുടെ ഭ്രാന്തിന് കുത്തിക്കുമ്പോ ആൾക്കാർ കുരുമുളക് എവിടുന്നാ വരുന്നത്? പിന്നെ നമുക്ക് ആ പോയൊക്കല്ലേ, ആ ചെങ്ങായി എങ്ങോട്ടേ പോവും. പോയൊക്കല്ലേ 2 ആളെ ഞാൻ ചെന്ന് കാണണം, പിടിക്കണവനെ. വണ്ടി കാട്ടാക്ക്. അവനെ ഞാൻ ഇപ്പൊ ചവിട്ടിയാണ് മറിക്കും. എനിക്ക് പിരാന്ത് വല്ലാതെ വരുന്നുണ്ട്. അവനെ ഞാനേ പോയിട്ട് 4 ചവിട്ടി ചവിട്ടട്ടെ. പിടിച്ചിരിക്കണേ ആദ്യം ആളെ ചവിട്ടി മറിക്ക് പറഞ്ഞ ആള്